Morning. Last class AGBP discuss then next ahead capital gains. Capital gains. So now that we sections discussing sections in register summary. So first we definitions. Discussing the definitions sections. Section 2 subsection 14, then section 2 subsection 47, then section 2 subsection 42A, section 2 subsection 42B, section 2 subsection 29A, then section 2 subsection 29B. Then so provisions major area section 45 subsection 1 ആണ് charging section. So അവിടെ അങ്ങോട്ട് section 55 capital A വരെ ഉണ്ട് to section 55 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. section 56 മുതൽ വീണ്ടും IFO വെച്ചിട്ട് പോകും. section 55 വരെയാണ് 55 capital A. Then നമ്മൾ deductions ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മേജർ ആയിട്ട് section 10 subsection 37, section 10 subsection 43 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഡക്ഷൻസിൽ 10ൽ വരുന്നത്. Then specified ആയിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആകുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ section 111, section 111A, section 112, then section 112 capital A. So ഇതിനകത്ത് മേജർ ഏരിയ ഇവിടെയാണ് നമ്മുടെ പ്രൊവിഷൻസ് കംപ്ലീറ്റ്. ക്യാപിറ്റൽ ഗെയിൻ്റെ മേജർ പ്രൊവിഷൻസ് വരുന്ന ഏരിയ ആണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 1 മുതൽ 45 കുറെ സബ്സെക്ഷൻസ്, then 48, then section 50, then section മെയിൻലി section 54. സോ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രൊവിഷൻസ് വരുന്ന ഏരിയ ആണിത്. then ക്യാപിറ്റൽ ഗെയിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഡെഫിനിഷൻസ് വരുന്ന ഇത്രയും സെക്ഷൻ 2 ഇത്രയും സെക്ഷൻസിലാണ്. Then deductions capital gain നമ്മൾ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 10 subsection 37 ആണ്. നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ section 45 subsection 1, section 45 subsection 1 chargeability section ആണ്. chargeability section section 45 subsection 1. chargeability. So capital gain de chargeability പറയുന്നതാണ് section 45 subsection 1. So salary de chargeability section ഏതായിരുന്നു? 15. House property 22. PGP 28. Okay, so അതേപോലെ ക്യാപിറ്റൽ ഗെയിനിലെ ചാർജബിലിറ്റി സെക്ഷൻ ആണ് 45 സബ്സെക്ഷൻ 1. സോ സാലറിയിൽ നമ്മൾ ചാർജബിലിറ്റി എന്തായിരുന്നു? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പേയ്മെന്റ്, അതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ 5 ഹെഡിലെ ഫസ്റ്റ് ഹെഡായ സാലറിയിൽ ടാക്സ് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. ദെൻ ഹൗസ് പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു ബിൽഡിംഗ്, ഇനി ബിൽഡിംഗ് സെക്ഷൻ 22 പ്രകാരമുള്ള ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ അല്ലെങ്കിൽ റെന്റ് ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യുന്നത്. നമ്മൾ സെക്ഷൻ 28 ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബിസിനസ് ആ സെക്ഷൻ 28 പ്രകാരം വരുന്ന അല്ലെങ്കിൽ 2 സബ്സെക്ഷൻ പ്രകാരം ഡെഫിനിഷൻ പ്രകാരം ബിസിനസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ വരുന്ന എല്ലാം ആണത് സെക്ഷൻ 28 പ്രകാരം എന്ത് PGBP. സോ ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴാണ് വരുന്നത്? സോ എന്ത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്ത് നടക്കുമ്പോഴാണ് നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ? സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം സോ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതിൽ നമുക്കൊരു എമൗണ്ട് കിട്ടി, ദാറ്റ് മീൻസ് ഇൻകം കിട്ടി. അത് ക്യാപിറ്റൽ ഗെയിനില് ടാക്സ് ചെയ്യാമെന്ന് പറയുന്നത് എപ്പോഴാണ്? സോ നോട്ട് ചെയ്യാം. എനി പ്രോഫിറ്റ്, വെരി ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ. എനി പ്രോഫിറ്റ്
or gain, any profit or gain from transfer, underline the word transfer, of a capital asset, of a capital asset, underline the word capital asset. So the general portion ആണ് ഇത്. Chargeability of capital gain as per section 45 subsection 1, any profit or gain from transfer of a capital asset shall be chargeable under the head capital gain, capital gains in the previous year, in which transaction take place. Okay. So definition ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Any profit or gain, any profit or gain from, ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ ഓഫ്. സോ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻസ് ആണ് നമ്മൾ എന്തിൽ ചാർജ് ചെയ്യുന്നത്? 45 സബ്സെക്ഷൻ, ജനറൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം എവിടെ ടാക്സ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻസിൽ. സോ ടാക്സ് ചെയ്യാൻ മീൻസ് ഏത് ഇയറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. സോ ഏത് പ്രീവിയസ് ഇയറിലാണോ നമുക്ക് ഇതേപോലെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ആ പ്രീവിയസ് ഇയർ, ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് അസസ്മെന്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ചാർജ് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണോ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ. ഓക്കെ, സോ സംടൈംസ് ഈ പ്രോഫിറ്റ് ഗെയിൻസ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ നമുക്ക് എന്തിനെ കൂടെ ചേർത്ത് വായിക്കണം. സംടൈംസ് എന്താകാം? ലോസ് ആകാം. സോ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ലോസ് ആണെങ്കിൽ എന്ത് പറയും? ക്യാപിറ്റൽ ഗെയിന് പകരം ലോസ് എന്ന് പറയും. ഓക്കെ, ക്യാപിറ്റൽ ലോസ് എന്ന് പറയും. ദെൻ സോ ട്രാൻസ്ഫർ ചെയ്തു, ഗെയിനോ ലോസോ ഉണ്ടായി ഇൻ ദ, സോ ഏത് പ്രീവിയസ് ഇയറിലാണോ capital gain in the previous year in which transaction take place, previous year in which transaction taken place, transaction take place. Clear? Yes, sir. Okay, so നമ്മളുണ്ടോ 45 subsection 1 അവർ എന്ത് പറഞ്ഞു നിർത്തി? ഏത് പ്രീവിയസ് ഇയറിലാണോ നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ആ പ്രീവിയസ് ഇയർ, ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് അസസ്മെന്റ് ഇയറിൽ ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യുന്നു. സോ ഞാൻ ഇവിടെ എന്റെ ക്വസ്റ്റ്യൻ രണ്ട് കാര്യങ്ങൾ കണ്ടോ, ഒരു രണ്ട് വേർഡ്സ് ഞാൻ തോന്നിയിരിക്കുന്നു. ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ. ക്യാപിറ്റൽ അസറ്റ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് പറയാം. ക്യാപിറ്റൽ അസറ്റ് എന്താണോ? എക്സാമ്പിൾ പറയാം ക്യാപിറ്റൽ അസറ്റിന്. ക്യാപിറ്റൽ അസറ്റ് Shares, securities ഒക്കെ. ഷെയർസ്, സെക്യൂരിറ്റീസ്. ഓക്കെ, സോ ജനറൽ ആയിട്ട് ഇപ്പം ഞാനൊരു ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന എന്റെ ബിൽഡിംഗ്, അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു, കറക്റ്റ് ആണ്. ഷെയർസ്, സെക്യൂരിറ്റീസ് നമുക്കൊരു അസറ്റ് ആയിട്ട്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഡെപ്ത് അറിഞ്ഞിരിക്കുന്നതാണ് എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ട്രാൻസ്ഫർ. സോ ഇവിടെ ജസ്റ്റ് സെയിൽ ഓഫ് അസറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. സോ
നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കാം. സെക്ഷൻ definition section 2 subsection 14. section 2 subsection 14. So ഇതിനകത്താണ് എന്ത് പറയുന്നത്? definition of capital asset. capital asset എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ സെക്ഷനിലാണ്. section 2 subsection 14. section 2 subsection 14. definition of capital asset. definition of capital assets. Okay, so ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന്. സോ അതിന്റെ ട്രാൻസ്ഫർ നടന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്നത്. സോ ചാർജ് ചെയ്യുന്നത് ഏത് പ്രീവിയസ് ഇയറിലാണോ ആ ട്രാൻസാക്ഷൻ നടന്നത് ആ പ്രീവിയസ് ഇയറിൽ. ഓക്കെ, സോ ഇത് ജനറൽ റൂൾ ആണ്. സോ ഇതിന് എക്സംഷൻസ്, ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ ട്രാൻസാക്ഷൻ നടന്ന ഇയറിൽ തന്നെ ചാർജ് ചെയ്യാത്ത കുറെ സെക്ഷൻസ് നമ്മൾ എക്സംഷൻസ് വേറെ ഒരു സെനാരിയോയിൽ പല പല സബ് സെക്ഷൻസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ജനറൽ സെക്ഷൻ പറയുന്നതാണ് ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം നമ്മൾ എന്തായിട്ട് ടാക്സ് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. സോ ഫസ്റ്റ് ഇനി അറിയേണ്ടത് ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് എടുക്കാവുന്നത്. സോ നോട്ട് ചെയ്യാം. ക്യാപിറ്റൽ അസറ്റ് മീൻസ് ക്യാപിറ്റൽ അസറ്റ് മീൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. First one, property of any kind, property of any kind held by assessee, held by assessee, held by assessee, whether or not, whether or not connected with, whether or not connected with business or profession, business or profession, whether or not connected with business or profession. Okay, so capital asset means first പറയുന്നതാണ് property of any kind, property of any kind held by assessee whether or not connected with business or profession. So assessee held ചെയ്യുന്ന ഏത് അസറ്റ് വേണമെങ്കിലും ആകാം, ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആകാം, ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് അല്ലാത്തതാകാം. സോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സോ എനി കൈൻഡ്, property of any kind, property of any kind. Property of any kind. എന്താണ് property of any kind? എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നത്? property of any kind ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി അറിയാം? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ ഇതിന്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടതാണത്. ഒന്ന് ശ്രദ്ധിക്കാം. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്. സോ ഒന്ന് ശ്രദ്ധിക്കാം. ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാകാം, കണക്റ്റഡ് ആകാം, കണക്റ്റഡ് അല്ലാത്തതാകാം. സോ നമുക്ക് മേജർലി രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് അറിയാം. ഇമ്മൂവബിൾ property, right? Immovable property, then movable property, movable property, then immovable property ഏതൊക്കെ വരാം? Immovable properties ഏതൊക്കെ ആകാം? ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. സോ ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആകാം. സോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാകാം, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാത്തതാകാം. ദെൻ മൂവബിൾ പ്രോപ്പർട്ടിയോ? സോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
fixed asset, current asset, fixed asset. Okay, so fixed asset നമുക്ക് ബിസിനസിന്റെ പറയുകയാണെങ്കിൽ എന്താണ് മെഷീനറി. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറണ്ട് അസറ്റ് നമ്മളത് പിന്നീട് ഒന്നുകൂടെ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. നോർമലി ബിസിനസിന്റെ കറണ്ട് അസറ്റ് എന്തൊക്കെയാണ്? നോർമലി ബിസിനസിന്റെ കറണ്ട് അസറ്റ് അല്ലെ, സ്റ്റോക്ക്. സോ ദാറ്റ് മീൻസ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. സ്റ്റോക്കിനകത്ത് എന്ത് പറയാം, സ്റ്റോക്കിന്റെ ഒരു പാർട്ട്. സോ മെറ്റീരിയൽസ് ആകാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആകാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം കറണ്ട് അസറ്റിൽ അല്ലെ. സോ ഞാനൊരു ബിസിനസ് നടത്തുകയാണ്, എന്റെ സ്റ്റോക്ക് വിറ്റാൽ എനിക്ക് PGBP-യിലാണോ ഇൻകം വരേണ്ടത്, ക്യാപിറ്റൽ ഗെയിനിലാണോ ഇൻകം വരേണ്ടത്? ഇവിടെ ഒരു പ്രശ്നമുണ്ടോ? പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് held by assessee whether or not connected with business or profession. So ബിസിനസ്സോട്ട് ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. ഈ ഡെഫിനിഷനെ തുടക്കം വെച്ച് നമുക്ക് നോക്കി കഴിഞ്ഞാൽ, സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം, ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോട്ട്. സോ അത് സെയിൽ നടന്നാൽ ഓക്കെ. ദെൻ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ് ഒരു കേസ്. ദെൻ കറണ്ട് അസറ്റ്, നോർമലി ഫിക്സഡ് അസറ്റ് വിൽക്കാൻ നമ്മുടെ ബിസിനസ് അല്ല, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പലയിടത്തും, ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള, അത് വീണ്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. പക്ഷേ കറണ്ട് അസറ്റ് നമ്മളതിനകത്ത് എന്ത് വരും, സ്റ്റോക്ക് ഇൻ ട്രേഡ് കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ്. ബട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ നടന്നാൽ അല്ലെങ്കിൽ അത് വിറ്റുപോയാൽ ആക്ച്വലി നമുക്ക് എവിടെയാണ് അത് ചാർജ് ചെയ്യേണ്ടത്? PGBP-യിലാണ് അല്ലെ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഇവിടെ അങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, ഒരു പറഞ്ഞ പോയിന്റ് വരുന്നു. സെക്കൻഡ് വൺ, എനി securities any securities held by a foreign institutional investor. Foreign institutional investor, FII. Okay. Then next point, start but capital asset excludes. Capital asset excludes. So very important. So the first one, but capital. So capital asset no means any kind of property of any kind held by assessee whether or not connected with business. നമ്മൾ ആ property of any kind വരച്ചു വെച്ച് നമ്മൾ എവിടെയാണ്, കറണ്ട് അസറ്റ്സിൽ വന്നിരിക്കുകയാണ്. കറണ്ട് അസറ്റ്സ്. സോ കറണ്ട് അസറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ ഉണ്ടോ, ഇത്രയും വരെ പറയുന്നത് ഈ ഒരു പോയിന്റ് മാത്രം വായിച്ചാൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി ടാക്സ്ഡ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. സോ നമ്മൾ നോർമലി നമ്മുടെ ബിസിനസിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റാൽ നമ്മൾ എന്തിനാണ്, എവിടെയാണ് ചാർജ് ചെയ്യുന്നത്, ബിസിനസ്സിലാണ് ചാർജ് ചെയ്യുന്നത്. സോ എക്സ്ക്ലൂഷൻ ലിസ്റ്റിലെ വെരി ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, സോ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്, ബട്ട് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് എന്താണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് അത് എന്താകാം, റോ മെറ്റീരിയൽസ് ആകാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആകാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം. സോ ഉണ്ടോ ഈ ഡെഫിനിഷൻ പ്രകാരം ആക്ച്വലി എന്തിൽ വരണം, ആ പറയുന്ന കറണ്ട് അസറ്റും ക്യാപിറ്റൽ അസറ്റിൽ വരേണ്ടതാണ്. ബട്ട് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓഫ് എ ബിസിനസ്. ക്ലിയർ ആയോ? സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇത് ഈ സ്പെസിഫിക്കലി എക്സ്ക്ലൂഷൻ കൂടെ മാറിക്കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എവിടെ കാണിക്കില്ല, ക്യാപിറ്റൽ അസറ്റിലെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? സോ ഈ സ്പെസിഫിക്കൽ എക്സ്ക്ലൂഷൻ വന്നുകൊണ്ടാണ്. അതർവൈസ് ഇതില്ല എങ്കിൽ എന്ത് ചെയ്തേനെ നമുക്ക്, സോ ബിസിനസ് ഇൻകം പോലെ തന്നെ എന്തിൽ വന്നെ അതൊരു ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിലും കയറി വന്നേനെ. സോ നമുക്ക് ഇവിടെയും ടാക്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേനെ. ബട്ട് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് വരുന്നു, സ്പെസിഫിക്കലി ബട്ട് എക്സ്ക്ലൂഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. Then next one, very important.
Movable personal property. Movable personal property. Movable personal property. So your personal property means used by assessee or used by assessee or family. So the dependent family members for personal purpose. So assessio dependent family members. So personal purpose nana use cheyyunnengil endana endinathu varathilla no movable nature any property varanam. That means movable property also included in capital asset, but specific exclusion oda endana stock in trade kalanju adevole endana movable personal property um eduthu kalanju. So in noka then movable personal property but excludes. So ingane thaneyana nammade provision parayunna namukku ശ്രദ്ധിക്കുക. But excludes first one jewelry, then drawings, paintings, sculptures, archaeological collection, archaeological collections, or any work of art. Any work of art. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ അല്ലെ? സോ ഇവിടെ നമുക്കൊരു ഡൗട്ട് വരാം. ഒരു ബിസിനസിന്റെ ജ്വല്ലറി മീൻസ് അത് എന്തിനകത്ത് വരും? ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വരും. സോ ഇവിടെ പറയുന്നത് ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നോർമലി സ്റ്റുഡൻസ് ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ് ജ്വല്ലറി എന്താണ്? നമ്മൾ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ജ്വല്ലറി ആണെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. മൂവബിൾ പേഴ്സണൽ പ്രോപ്പർട്ടി എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ബട്ട് അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്താകും? സോ ക്യാപിറ്റൽ അസറ്റ് ആകും. പോസിറ്റീവ് ലിസ്റ്റിലാണ് വരുന്നത്. ക്യാപിറ്റൽ അസറ്റ്സ് ആകും. സോ ദാറ്റ് മീൻസ് ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, എനി വർക്ക് ഓഫ് ആർട്ട്. സോ ഇത് എന്റെ സ്വന്തമാണെങ്കിലും അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടായാൽ ഇറ്റ് ഷുഡ് ബി ചാർജ്ഡ് അണ്ടർ capital gain as per section 45 subsection 1 because these assets covered alle. So specific personal purpose nulladaanengil allengil personal property aanengilo adendaana capital as personal property ആ exclusion ലിസ്റ്റിൽ നിന്ന് exclude. That means positive ലിസ്റ്റിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? capital asset ആണ്. Then car used for personal purpose capital asset ആണ്. Car used for personal purpose capital asset ആണോ? അല്ല. Car used for business purpose capital asset ആണോ? അതെ. ശ്രദ്ധിക്കണം. Car used for personal. So personal and car is a movable item. Movable personal property ഇത്ര ഐറ്റം മാത്രമേ എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ? ക്യാപിറ്റൽ അസറ്റ്. സോ ഇതല്ലാതെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എന്താണ്? 2 സബ്സെക്ഷൻ 14 സ്കോപ്പിന് പുറത്താണ്, എക്സ്ക്ലൂഷൻ ലിസ്റ്റിലാണ്. സോ കാർ യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ ടെലിവിഷൻ യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ഇതെല്ലാം എന്താണ്? നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ. സോ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സോ എന്താണ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ എന്തുമാത്രമാണ് നമ്മൾ ഒഴിവാക്കി വിട്ടിരിക്കുന്നത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സോ ബാക്കിയെല്ലാം എന്തിനകത്ത് വരും? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാർ യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്. കാർ യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്.
എന്തായിട്ട് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൂട്ടുമില്ലേ? കൂട്ടും. സേ ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ അല്ലേ? Yes, sir. Then say capital asset. So first what exclude, specifically exclude first stock in trade, then movable property of personal movable property, then adil next jewelry, drawings, paintings, sculptures, archaeological collection and any work of art. ഇതെല്ലാം personal ആണെങ്കിലും എന്തായിട്ട് കൂട്ടും? Capital asset ആയിട്ട് കൂട്ടും. Okay, then next one, exclusion list number third one, exclusion list number third one, exclusion list third one. Rural. Agricultural land in India. So that means urban land ആണെങ്കിൽ എന്തായിട്ട് കൂട്ടും? Urban land ആണെങ്കിൽ എന്താണ്? Capital asset ആകും. So rural agricultural land മാത്രമാണ് എന്തിന്റെ? So നമ്മൾ ഓൾറെഡി എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ആ ദൂരം വെച്ചിട്ട്, സോ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ നോൺ സ്പെസിഫൈഡ് ഏരിയ, സ്പെസിഫൈഡ് ഏരിയ ഏതാണ് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചറൽ ഇൻകം കണ്ടുപിടിച്ചപ്പോൾ. സോ അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. സോ ഏതായിരുന്നു സ്പെസിഫൈഡ് ഏരിയയിൽ വരുന്നത് അല്ലെങ്കിൽ അർബൻ ഏരിയ വരുന്നത്? അർബൻ ഏരിയ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയ. So area within municipality or cantonment which has a population of 1 lakh or more. Then up to 2 kilometers, shortest distance from 2 kilometers and population 10,000. 10,000 to, so 10,000 or more, 10,000 to 1 lakh. 6 kilometers anagilo 1 lakh to 10 lakh. So 8 kilometers anagilo greater than 10 lakh ആണെങ്കിൽ 8 kilometers വരെ മുനിസിപ്പൽ ലിമിറ്റ് തൊട്ട് അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡ് മുതൽ 8 kilometers വരെ ഏരിയൽ ഷോർട്ടസ്റ്റ് ഏരിയൽ ഡിസ്റ്റൻസ് ആണ്. അപ് ടു ദാറ്റ് പോയിന്റ് എന്തായിട്ട് കൂട്ടും? അർബൻ ഏരിയ. സോ അതിന് പുറത്തുള്ള ഏരിയ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് റൂറൽ ഏരിയ. അതൊരു അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ഇൻകം എവിടെ ടാക്സ് ചെയ്യില്ല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ ആണോ? Yes, sir. Next one, gold deposit bonds. Gold deposit bonds from 1999. 1999. Or deposit certificate. Deposit certificate. Deposit certificate issued under gold monetization scheme. (2015) Gold monetization scheme 2015. So ഇത്രയാണ് എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ വരുന്ന 4 ഐറ്റം. എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻ? ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, മൂവബിൾ പേഴ്സണൽ പ്രോപ്പർട്ടി, അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇത്ര ഐറ്റംസ് ആണ്. ബാക്കിയുള്ള മൂവബിൾ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എന്താണ്? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരില്ല. ദെൻ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്താണ്? 2 subsection 14 പ്രകാരം എക്സ്ക്ലൂഷൻ ആണ്. ദെൻ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999 or deposit certificate issued under gold monetizing scheme 2015. Then മൂന്നാമത്തെ മേജർ. സോ നമ്മള് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് പറഞ്ഞു, സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു. ദെൻ നമ്മുടെ അമെൻമെന്റിലൂടെ വന്നാണ് ലാസ്റ്റ്, നമ്മുടെ പ്രീവിയസ് ഇയറിൽ അമെൻമെന്റിലൂടെ വന്നൊരു പോയിന്റ് ആണ്
unit linked insurance plan. Unit linked insurance plan. Unit linked insurance plan. Unit linked insurance policy. So you will to which exemption under section 10 subsection 10D does not apply due to fourth and fifth provision. Fourth and fifth provisions. Fourth and fifth provisions. So, itra aitavanu endu parayunnathu 2 subsection 14 prakaram capital asset. So, first one endana property of any kind. So, clear analla in depth clear analla property of any kind. It can be a movable property, it can be an immovable property. So, namukku doubt varum whether or not connected with the business. So, capital business inde movable property ile current assets varum. So, current assets il varuna finished goods sale ayal actually namukku evada cover cheyidilla 2 subsection 14 allengil 45 subsection 1 alla 28 prakaram business income aanu. So second point, but capital asset specifically excludes stock in trade. So idu vannodudi endu ozhivakitti nammade stock in trade capital asset ne definition ozhivayi. Then securities held by foreign institutional investors. Then movable personal effects. So adinathe exclusion list undu. That means itra item ende sondamana movable aanu ennu paranjalum endana idine transfer nadannu എനിക്ക് income undayal it should be charged. ഏത് previous year ആണോ transfer നടന്നത് ആ previous year എന്തെയും tax ചെയ്യും. Then rural agricultural land in India, gold deposit ellam exclusion list ullana. Then third one endana ULIP insurance. So 10 subsection 10D exemption kittata insurance unit linked insurance policy adellam endinathu varum capital asset inde definition varum. So newly inserted aana. So ഒരു 45 ഒരു എക്സ്ട്രാ സെക്ഷൻ കൂടെ നമുക്ക് ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് കയറി വരുന്നുണ്ട്. സോ അമെൻമെന്റ് ആണ്. സോ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അല്ലേ ക്യാപിറ്റൽ അസറ്റ് ആണോ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ATC ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് 10 സബ്സെക്ഷൻ 10D. സോ സ്റ്റാർട്ട് ചെയ്ത അതായത് 10 സബ്സെക്ഷൻ 10D എക്സംഷൻ കിട്ടാത്തത്. ഓക്കെ, സോ 10 സബ്സെക്ഷൻ 10D നോട്ടിയ exemption on maturity of life insurance policy. So maturity of life insurance policy. So 1010D exemption life insurance policy il ninna kittunna maturity exemption case aanu 1010D il parayunnathu. Then nokka sum received under a life insurance policy including sum allocated by way of bonus is exempt from tax. Okay. So the life insurance policy il ninnu kittunna maturity including some allocated bonus ulpade endana normally 1010D prakaram endana exempted aanu. But
except അല്ലെങ്കിൽ following are taxable. Following are taxable. Okay. So 1010D പറയുന്നത് following are taxable. No, this normally കിട്ടുന്നതെല്ലാം എക്സെപ്റ്റ് ആണ്, ബട്ട് ഈ പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ എന്താണ് 1010Dയിലെ എക്സംഷൻ കിട്ടില്ല, ടാക്സബിൾ ആകും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി. റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് policy. And second one, if premium paid is more than prescribed limit, more than prescribed limit. So namala section 80C, that is 20% under, then 15% under, 10% under, as per section 80C. So 80C പ്രകാരമുള്ള സെക്ഷൻസിലെ കേസ് പറയുന്നുണ്ട്. ബട്ട് ഇതിന്റെ കൂടെ ഒന്ന് എഴുതാം. ബട്ട് if received on death, then it is exempted. So 1010D കിട്ടാത്തതാണല്ലോ ഈ പറയുന്ന പേയ്മെന്റ് പ്രകാരം 1010Dയുടെ പുറത്ത്, ദാറ്റ് മീൻസ് 20% പ്രീമിയം അടയ്ക്കാനുള്ള അതിൽ കൂടുതൽ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 10% അതിൽ കൂടുതൽ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നോർമലി എന്താണ് എക്സംഷൻ കിട്ടില്ല അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി. ബട്ട് റിസീവ്ഡ് ഓൺ ഡെത്ത് ആണെങ്കിൽ നമുക്ക് എന്താണ് എക്സംഷൻ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഇതിനകത്ത് വരുന്നത് എന്താണ് non apply due to 4th and 5th provisions. So 4th and 5th provisions ആണ് പറയുന്നത്. Then 1010Dയിലെ 4th and 5th provisions. 4th and 5th provisions ആണ് പറയുന്നത്. So yeah, exemption under section 1010D is not available to ULIP if policy issued on or after 1st February 2021. So നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഫെബ്രുവരി 1st February ഓൺ ഫെബ്രുവരി മുതൽ അങ്ങോട്ടുള്ളതായിരിക്കുന്നതാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രീമിയം പേയബിൾ is more than rupees, premium payable is more than rupees 2,50,000. 2,50,000 premium payable is more than, premium payable is more than rupees 2,50,000 for any previous year during the term of such policy. During the term, so പോളിസിയുടെ പീരീഡിൽ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിലെങ്കിലും പ്രീമിയം പേ ചെയ്യുന്നത് 2,50,000 കൂടുതലാണെങ്കിൽ, 2,50,000 കൂടുതലാണെങ്കിൽ എന്താണ് 4th 5th പ്രൊവിഷൻ പ്രകാരം എന്താണ് എക്സംഷൻ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി എന്തായിട്ട് കണക്കാക്കും? അസറ്റ് ആയിട്ട്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ദ അഗ്രിഗേറ്റ് amount of premium exceeding
rupees 2,50,000 in any of the previous years during term of any such ULIPs in case where premium is payable, by a person for more than 1 ULIP on or after 1/2/2021. ഒന്നെങ്കിൽ ഒരു യൂലിപ്പേ ഉള്ളൂ, അതിന് പ്രീമിയം 2,50,000 അല്ലെങ്കിൽ അഗ്രിഗേറ്റ്. സോ ഒന്നിൽ കൂടുതൽ യൂലിപ്പ് ഉണ്ട്. സോ ഒരു പ്രീവിയസ് ഇയറിൽ ഞാൻ കൊടുക്കുന്ന പേയ്മെന്റ് പ്രീമിയം എന്ന് പറയുന്നത് ആ പറഞ്ഞ യൂലിപ്പിന് എല്ലാം കൂടെ ചേർത്ത് 2,50,000 എക്സീഡ് ചെയ്താലും എന്താണ് എക്സംഷൻ 10 സബ്സെക്ഷൻ 10D എക്സംഷൻ കിട്ടില്ല. 10 സബ്സെക്ഷൻ 10D 4th 5th കിട്ടിയില്ല എങ്കിൽ എന്തായിട്ട് മാറും? അത് 2 സബ്സെക്ഷൻ 14 പ്രകാരം ഈ യൂലിപ്പ് എന്താവും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? സോ ബിക്കോസ് നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പുതിയതായിട്ടൊരു സെക്ഷൻ ഇത് വന്നതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അസറ്റ് ആവണമെങ്കിൽ ട്രാൻസ്ഫർ നടത്തിയാൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. സോ ഇത്രയും കാലം ഇല്ലായിരുന്ന ഒരു അസറ്റ് ആണ്. സോ ഇൻഷുറൻസ് പോളിസിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഡീഷണൽ സെക്ഷൻ കൂടെ 45 സബ്സെക്ഷൻ 1B എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സെക്ഷൻ കൂടെ ഉണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടന്റ്. സോ ദാറ്റ് മീൻസ് എനിക്ക് യൂലിപ്പ് ഉണ്ട് 10 സബ്സെക്ഷൻ 10D എക്സംഷൻ 4th 5th ഷെഡ്യൂൾ പ്രൊവിഷൻ പ്രകാരം എനിക്ക് എക്സംഷൻ കിട്ടിയില്ലെങ്കിൽ ദാറ്റ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അസസി. സോ എന്താണ്, ഒരു വർഷം പ്രീമിയം 2,50,000 കൂടുതലാണെങ്കിൽ സോ ഇൻഷ്യൂ ചെയ്യുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1/2/2021 ആയിരിക്കണം. Then premium payable is if it is more than 2,50,000. In that case 10/10D exemption കിട്ടില്ല. ആ കേസ് 10/10D exemption കിട്ടാത്ത യൂണിറ്റ് എന്തായിട്ട് മാറും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ക്യാപിറ്റൽ അസറ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ക്യാപിറ്റൽ അസറ്റ്. സോ അത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം നമുക്ക്. ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളത് ഡെഫിനിഷൻ ക്ലിയർ ആണ്. സോ നമ്മൾ ഇനി 45 സബ്സെക്ഷൻ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ അസറ്റ്. സോ ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്താണ് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്തു. ക്യാപിറ്റൽ അസറ്റ്, ഇനി ആ ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതിനാണ് നമ്മൾ എവിടെ ടാക്സ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിനിൽ ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രാൻസ്ഫർ നടന്നത് ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ഇനി അറിയണം എന്താണ് ട്രാൻസ്ഫർ. ക്യാപിറ്റൽ അസറ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? സോ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ, then any securities held by FII, then capital asset specifically excludes stock in trade, movable personal effects. So movable personal effects തന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് ജ്വല്ലറി, പെയിന്റിങ്സ്, ഡ്രോയിങ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, കൾച്ചേഴ്സ് ആൻഡ് വർക്ക് ഓഫ് എനി ആർട്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് അത് ക്യാപിറ്റൽ അസറ്റ്. ദെൻ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാണ്. സ്പെസിഫൈഡ് ഏരിയക്ക് പുറത്തുള്ള അഗ്രികൾച്ചർ ലാൻഡ് എന്താണ്? എക്സ്ക്ലൂഷൻ ആണ്. ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടും ദെൻ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇതാണ്. ദെൻ സോ മൂന്നാമത്തെ ക്യാപിറ്റൽ അസറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്? യൂലിപ്പിൽ വരുന്ന 10 സബ്സെക്ഷൻ 10D 4th 5th പ്രൊവിസോ പ്രകാരം എക്സംഷൻ കിട്ടാത്ത യൂലിപ്പ് ഇൻഷുറൻസ് പോളിസി, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസീസ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. സോ 3 ഐറ്റംസ് ആണ് ക്യാപിറ്റൽ അസറ്റിൽ വരുന്നത്. എനി കൈൻഡ് ഉണ്ടോ? എനി കൈൻഡ്. സോ ബാക്കി എല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ദെൻ
securities held by foreign institutional investors. Then third one, ULIP, where 10 subsection 10D exemption not allowed. Like 10 subsection 10 subsection 10D exemption apply cheyata unit linked insurance policies will be treated as capital asset. Okay. Yes, sir. So business security held by foreign institutional investors, അത് capital asset അല്ലെന്നാണ് പറയുന്നത്. അല്ല, capital asset ആണ്. Okay. അതായത് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, ഏത് പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ അതിനകത്ത് അതുണ്ടോ? സോ അതിനകത്ത് വരാത്താണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. സോ ലാസ്റ്റ് ഇയറിന് മുമ്പ് കൊണ്ടുവന്നാണ്, അമെന്റ്മെന്റിലൂടെ കൊണ്ടുവന്നാണ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. ദെൻ ക്യാപിറ്റൽ അസറ്റിനെ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്ന എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്. ബിക്കോസ് മൂവബിൾ ആണ് ബിസിനസിന്റെ മൂവബിൾ അസറ്റില് കറണ്ട് അസറ്റ്സിലെ എന്ത് വരും? സ്റ്റോക്ക് ഇൻ ട്രേഡ് വരും. അതുകൊണ്ട് കേട്ടോ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. എന്റെ കയ്യിലുള്ള മൂവബിൾ ഐറ്റംസ് എല്ലാം തന്നെ ആക്ച്വലി എക്സ്ക്ലൂഡ് ആണ്. പക്ഷേ അങ്ങനെ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യേണ്ട എന്താണ്? ജ്വല്ലറി അത്രയും വിലപിടിപ്പുള്ളതാണ്, അത് ട്രാൻസ്ഫർ നടത്തിയാൽ എന്താണ്? ഗെയിൻ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരും. ദെൻ ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, വർക്ക് ഓഫ് ആർട്ട്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണ്, മൂവബിൾ ആണ്, ഒക്കെ സമ്മതിച്ചു. ബട്ട് 2 subsection 14 എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ക്യാപിറ്റൽ അസറ്റിലേക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. ദെൻ പിന്നെയാണ് നമ്മൾ പുതിയ മൂന്നാമത് കിട്ടിയിരിക്കുന്ന പുതിയ പ്രൊവിഷൻ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി. ഇഫ് എന്താ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി എല്ലാം വരത്തില്ല. എന്താണ്? 10 subsection 10D എക്സംഷൻ കിട്ടാത്ത യൂലിപ് പോളിസീസ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. നെക്സ്റ്റ് ഹെഡ്. സോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 45 subsection 1 ട്രാൻസ്ഫർ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സെയിൽ ഓഫ് എന്നല്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തറിയണം? എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ നെക്സ്റ്റ് ഹെഡ് കൊടുക്കാം. ട്രാൻസ്ഫർ സെക്ഷൻ 2 subsection 47. ഓക്കെ, സോ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ, നമ്മുടെ ക്യാപിറ്റൽ ഗെയിന്റെ സെക്ഷൻസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു? സെക്ഷൻ 45 subsection 1 എന്തായിരുന്നു? ചാർജബിലിറ്റി സെക്ഷൻ അല്ലെ? ചാർജബിലിറ്റി സെക്ഷൻ. ദെൻ ചാർജബിലിറ്റി സെക്ഷനിലെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 വേർഡ്സ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ. സോ അതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ഡിസ്കസ് ചെയ്തു? എന്താണ് ക്യാപിറ്റൽ അസറ്റ്? 2 subsection 14 അവിടെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ അസറ്റ്. സോ നമ്മൾ ഇനിയും അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 2 subsection 47 ട്രാൻസ്ഫർ. സോ ക്യാപിറ്റൽ ഗെയിനിലെ എന്താണ് ട്രാൻസ്ഫർ? സെക്ഷൻ 2 subsection 47 ട്രാൻസ്ഫർ. Section 2 subsection 47. So the transfer includes. So inclusive definition ആണ്. So transfer includes. Transfer includes. Transfer includes. Okay. So first one, sale. No. So നമ്മൾ normally വിൽക്കുക. Sale, exchange. Sale, exchange, or relinquishment of the asset. The second one, the extinguishment of any right therein, or the compulsory acquisition there under any law. Okay. So compulsory acquisition. So ഇതൊക്കെ നമ്മൾ
പിന്നീട് ഓരോ സെക്ഷൻ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. കമ്പൽസറി അക്വസിഷൻ, then conversion of capital asset into stock in trade. Capital assets എന്നല്ല, capital asset into stock in trade. So stock in trade ആക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് എന്തിന്റെ ഡെഫിനിഷന് പുറത്തു പോയി? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷന് പുറത്തു പോയി അല്ലെ, എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ വന്നു. സോ അങ്ങനെ ആണെങ്കിൽ ഇതിന് മാത്രമുള്ള പ്രത്യേകതയാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ്. സോ ഒറ്റ കാര്യമാണെങ്കിൽ പറയാം, സംടൈംസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റ് എങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നു? എന്റെ ബിസിനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നാൽ അതെന്തായി? എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്റെ ആ ഒരു അസറ്റിന്റെ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷന്റെ അണ്ടറിൽ വരുന്ന 2(14) പ്രകാരം കിട്ടുന്ന ആ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ കവർ ചെയ്യേണ്ട ഏരിയയിൽ നിന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് കൂട്ടും? ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടും. സോ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സെക്ഷൻ 45 സബ്സെക്ഷൻ 2 ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സോ ബട്ട് ഇത് പറയാനാണ് 2(47) പ്രകാരം ട്രാൻസ്ഫർ ആയാൽ മാത്രമേ എന്ത് അട്രാക്ട് ചെയ്യത്തുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യത്തുള്ളൂ. സോ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. 2(14) പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. 2(47) പ്രകാരം അതൊരു ട്രാൻസ്ഫർ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എവിടെ ടാക്സ് ചെയ്യുള്ളൂ? 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ ഗെയിനിന്റെ അണ്ടറിൽ ടാക്സ് ചെയ്യത്തുള്ളൂ. ക്ലിയർ അല്ലേ? Yes, sir. allowing the possession of any immovable property, to be taken or retained in part performance of a contract. Part performance of a contract. So next one, any transaction which has the effect of transferring or enabling the enjoyment of immovable property. So ഏതെങ്കിലും അസോസിയേഷൻ മെമ്പർ ആയതുകൊണ്ടോ? സോ അതിന്റെ ഇമ്മോവൽ പ്രോപ്പർട്ടി which has transaction in which effect of transferring or enabling enjoyment of immovable, transferring or enabling the enjoyment of immovable property. Then next one. Then last one, the redemption of zero coupon bond. Redemption of zero coupon bond.
zero coupon bonds. Redemption of zero coupon bonds. So ഇത്രയും items ആണ് എന്ത് വരുന്നത് transaction. That means നമ്മുടെ sale exchange, relinquishment, extinguishment, compulsory acquisition. That means എല്ലാ type of sale, normally cash out തന്നെ exchange വരെ എന്തിൽ കവർ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ ടൈപ്പ് ഈ സെയില് അല്ലെങ്കിൽ ക്യാഷിനല്ലാതെ ഒരു അസറ്റ് കൊടുത്ത് വേറൊരു അസറ്റ് തിരിച്ചു വാങ്ങിച്ചാൽ എക്സ്ചേഞ്ചിന്റെ ക്രൈറ്റീരിയയിൽ വരുന്നത്. സോ ദാറ്റ് മീൻസ് ആണോ ഈ പറയുന്ന എല്ലാം തന്നെ എന്താണ് 2 subsection 47 പ്രകാരം ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഡെഫിനിഷൻ അണ്ടറിൽ വരും. സോ 2 subsection 14 പ്രകാരം ഒരു ക്യാപിറ്റൽ അസറ്റ് 2 subsection 47 പ്രകാരം ട്രാൻസ്ഫർ ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ. സോ പ്രോഫിറ്റ് ഗെയിൻസ് ഇൻ ദ സെൻസ് ലോസ് ആണെങ്കിൽ ലോസ്, അത് എവിടെ ടാക്സ് ചെയ്യും? 45 subsection 1 പ്രകാരം ക്യാപിറ്റൽ ഗെയിനില് ടാക്സേഷൻ വരും ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ട്രാൻസ്ഫർ took place. Clear definition? Yes, sir. Yes, sir. നെക്സ്റ്റ് ഇത്രയും ക്ലിയർ ആണ്. നല്ല ഇത് ബേസ് ആണ്. ഈ ഒരു ബേസ് നമുക്ക് ആക്ച്വലി ആവശ്യമാണ്. സോ 2 ക്യാപിറ്റൽ അസറ്റും ട്രാൻസ്ഫറും ക്ലിയർ ആണോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Types of capital assets. Types of capital assets. So ഏതൊക്കെ ടൈപ്പ് ആണുള്ള ക്യാപിറ്റൽ അസറ്റ്സ്? ഏതൊക്കെ ടൈപ്പ് ആണ് ക്യാപിറ്റൽ അസറ്റ്സ് ഉള്ളത്? Long term, short term. Long term capital asset and short term capital asset. So ശ്രദ്ധിക്കാം, പറഞ്ഞ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി STC നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിനൊക്കെ തന്നെ എക്സാം എഴുതുന്നതാണ് നല്ലത്. സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 subsection 42A ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ assets. Long term capital assets. So അത് പറയുന്നത് സെക്ഷൻ 2 subsection 29A. 2 subsection 29A. Short term capital asset, long term capital asset. Short term capital asset and long term capital asset. Okay. So short term capital asset transfer നടത്തി ഗെയിൻ ഉണ്ടായ അതിന് നമുക്ക് എന്ത് പറയാം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇതിൽ നിന്ന് ലോസ് ഉണ്ടായാലും എന്ത് പറയാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. Short term capital gain, short term capital loss. Short term capital gain and short term capital loss. So short term capital gain. So that means profit or gains like loss from a short term capital asset. So on transfer of short term capital asset and the short term capital gain. So the difference in section 2 subsection 42B. 2 subsection 42B. 2 subsection 42B. Then long term capital asset inum. Long term capital asset inum. Okay. ഇതേപോലെ എന്താ പറയാം? ഗെയിൻ ഉണ്ടാകാം അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാം. സോ ഗെയിൻ ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോസ് ആണെങ്കിലോ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. സോ ഇത് പറയുന്നത് ദാറ്റ് മീൻസ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ ഓർ ലോസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഈസ് കോൾഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. സെക്ഷൻ 2 subsection 29B ആണത് പറയുന്നത്. ക്ലിയർ?
Then from two types of assets on the short term capital asset, long term capital. So ഒരു asset short term ആണോ long term ആണോ എന്ന് അറിയാം. ഒരു asset short term ആണോ long term ആണോ എന്ന് അറിയാം. എന്തിന്റെ ബേസിസിലാണ് അത് ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്? എന്തിന്റെ ബേസിസിലാണ്? എപ്പോഴാണ് ഒരു അസറ്റ് ഷോർട്ട് ടൈം ആയെന്ന്? So note here, section 2 subsection 42 capital A. 2 subsection 42 capital A. Short term capital asset. Short term capital asset means a capital asset. Means a capital asset. Means a capital asset held by an assessee. Held by an assessee. Held by an assessee for not more than 36 months. Not more than 36 months immediately preceding the date of its transfer. Immediately preceding the date of transfer. Immediately preceding the date of transfer. Okay, so idoru general section aanu. 2 subsection 42 prakaram 2 subsection 42 prakaram 2 subsection 42 prakaram എന്താണ് ഒരു അസറ്റിനെ 42 ക്യാപിറ്റൽ എ പ്രകാരം ഒരു അസറ്റ് ഷോർട്ട് ടൈം ആകുന്ന എപ്പോഴാണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുന്ന എപ്പോഴാണ്? പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയും. പീരീഡ് ഓഫ് ഹോൾഡിംഗ് ജനറൽ സെക്ഷൻ ആണ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് അപ് ടു 36 months ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? That particular asset is a short term capital asset. So 36 months മുകളിലാണെങ്കിൽ എന്താവുന്നത്? long term. So 36 ജനറൽ സെക്ഷൻ ആണ്. ഇതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്, നമ്മൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരും. സോ 2 subsection 42 ആ സെക്ഷനിൽ ജനറലി പറയുന്നത് എന്താണ്? ഒരു അസറ്റ് 36 മാസം വരെയാണ്. സോ 3 years എഴുതരുത്, അവർ മന്ത്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 36 മാസം. സോ 36 മാസമാണ് ഹെൽഡ് ചെയ്യുന്നത് എങ്കിൽ, 36 മാസം വരെയാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ, സോ ദാറ്റ് മീൻസ് എന്നാണോ ട്രാൻസ്ഫർ നടക്കുന്നത് തൊട്ട് മുമ്പിൽ ദിവസം വരെ 36 മാസമാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്, അതോ അതിൽ താഴെ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. 36 മാസത്തിൽ കൂടുതലാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എങ്കിൽ അതെന്തായിട്ട് മാറും? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ അല്ലേ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ നോക്കപ്പം പീരീഡ് ഓഫ് ഹോൾഡിംഗ് അപ് ടു 36 months നോർമൽ ഇതാണ് പറയുന്നത്. ദെൻ സെക്ഷൻ 2 subsection 29 capital A, long term capital asset. Long term capital asset means long-term capital assets means capital assets which is not a short-term capital asset. So a capital asset short-term capital asset alla engil adu orappaattu endaayirikkum
Long-term capital asset. Okay. So ഇനിയാണ് നമുക്ക് so 2 subsection 42A എന്ന് പറയുന്നത് ഒരു general definition ആണ്. So generally 36 months വരെയാണ്, but asset to asset അത് ഡിഫറെന്റ് ആണ്. 12 months വരെ ആണെങ്കിലുള്ളത് പറയുന്നുണ്ട്, അല്ലാതെ 24 months കേസ് പറയുന്നുണ്ട്, then 36 months കേസ് പറയുന്നുണ്ട്. ഓക്കെ. സോ തൊട്ട് താഴെ ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗ് മീൻസ് എന്താണ്? അസറ്റ് എന്നാണോ അസറ്റ് ഹെൽഡ് ചെയ്യുന്നത്, എന്നാണോ ട്രാൻസ്ഫർ നടക്കുന്നത്, അതിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെയാണ് എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ക്ലിയർ അല്ലേ? Yes, sir. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. So short term capital, a period of holding which the section 2 subsection 42A, 2 subsection 42A, period of holding. Okay. So generally 2 subsection 42 ആയിട്ട് 36 months എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഓരോ കേസിലും എങ്ങനെ വരും നോക്കാം. പീരീഡ് ഓഫ് ഹോൾഡിംഗ്. So very, very important. Very, very important. First one, securities other than units. Securities other than securities other than unit. Listed in a recognized stock exchange. So listed in a recognized stock exchange. So securities, unit allata securities, other than recognized stock exchange listed aayittulla security, that means listed shares ellam ee category varum. Then second one, units of UTI. So no, units തന്നെ UTI യുടെ മാത്രം യൂണിറ്റ്സ് എന്തിനകത്ത് വരും? ഈ കാറ്റഗറിയിൽ വരും. Then equity oriented units of equity oriented mutual fund. Then next one, zero coupon bonds. Zero coupon bonds. So listed securities other than units, units of UTI, units of equity oriented funds, then zero coupon bonds. ഇതിനെല്ലാം സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. If period of holding less than or equal to 12 months. So ഇതിനെല്ലാം എന്താണ്? ഒരു വർഷം അല്ലെങ്കിൽ അവർ 12 months എന്നാണ് പറയുന്നത്. അപ് ടു 12 months ആണെങ്കിൽ, സോ ഇവിടെ കണ്ടോ എന്തായിട്ട് എടുക്കില്ല, അപ് ടു 12 months വരെ ആണെങ്കിൽ എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ്. Then period of holding greater than 12 months ആണെങ്കിൽ, സോ 12 മാസത്തിൽ കൂടുതലാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എങ്കിൽ, പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ 12 months, in that case എന്താവും? ലോങ് ടേം ക്യാപിറ്റൽ asset. Short term capital asset, long term capital asset. Okay. Yes, sir. 2 subsection 42 generally 36 months എന്ന് പറയുമെങ്കിലും securities, so listed securities ഇനും
റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റ് ആയിരിക്കും ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനും യൂണിറ്റ്സ് ഓഫ് UTIക്കും യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടിനും സീറോ കൂപ്പൺ ബോണ്ടിനും എന്താണ് സോ 36 months എന്നുള്ള എക്സെപ്ഷണൽ കേസാണ് 12 months വരെ ആണെങ്കിൽ ഓക്കെ ഷോർട്ട് ടൈം ആണ് ബട്ട് 12 monthsന് മുകളിലാണെങ്കിൽ എന്താണ് ഷോർട്ട് ടൈം ആയിട്ട് പറ്റൂല അത് എന്തായിട്ട് മാറും ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി എന്തായിരിക്കും ടു സബ്സെക്ഷൻ 29A പ്രകാരം ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും ക്ലിയർ Yes, sir. നെക്സ്റ്റ് കാറ്റഗറി 3 കാറ്റഗറി നമ്മൾ തിരിച്ചിരിക്കുന്നത് നെക്സ്റ്റ് കാറ്റഗറി അൺലിസ്റ്റഡ് ആണ് ഇവിടെ നമ്മൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് പറഞ്ഞു ഇവിടെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് വൺ അൺലിസ്റ്റഡ് ഷെയർസ് then land building or both okay so ഈ പറയുന്ന രണ്ട് ഐറ്റംസ് ഉണ്ടോ ഇവിടെ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അൺലിസ്റ്റഡ് ഷെയർസ് സോ ഇവിടെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എല്ലാം തന്നെ വരുന്നുണ്ടായിരുന്നു ഇവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ അൺലിസ്റ്റഡ് ഷെയർസ് ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത് then period of holding up to 24 months നേരത്തെ ഒരു എക്സെപ്ഷണൽ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു 12 months പറഞ്ഞായിരുന്നു ഇവിടെ 24 months വരെയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് then period of holding greater than 12 months 12 monthsൽ കൂടുതലാണെങ്കിൽ അത് എന്തായിട്ട് മാറും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഓക്കെ ആണോ Yes, sir. ഇവിടെ ശ്രദ്ധിക്കാം ലാസ്റ്റ് കേസ് ഇവിടെ നമ്മൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എല്ലാം പറഞ്ഞായിരുന്നു ഇവിടെ എന്താണ് അൺലിസ്റ്റഡ് ഷെയർസ് മാത്രം പറഞ്ഞു സോ നമുക്ക് ഇവിടെ എന്ത് വരാം അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് വന്നൂടെ Yes, sir. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് then വേറെന്ത് വരാം ഇവിടെ ഇക്വിറ്റി യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ആണ് സോ യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് ഇവിടെ വരാം യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട്സ് ഓക്കെ അല്ലേ then last other ക്യാപിറ്റൽ സോ നമ്മൾ ബിസിനസിന് യൂസ് ചെയ്യുന്ന കാർ അങ്ങനെ അതെല്ലാം എന്താണ് ജനറൽ ഡെഫിനിഷനിലേക്ക് വരും 36 months കഴിഞ്ഞ് അതർ ക്യാപിറ്റൽ അസറ്റ്സ് സോ ഇവിടെ എല്ലാം എന്തുവരും അതാണ് ഈ പറയുന്ന അസറ്റ്സിനെല്ലാം തന്നെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എത്രയാണ് നോക്കുന്നത് 36 months ലെസ് ദാൻ ഓർ ഈക്വൽ ടു 36 months ആണെങ്കിൽ 36 months വരെ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് ഇഫ് period of holding greater than 36 months then long term capital asset clear ayo Yes, sir. okay so 2 subsection 14 പ്രകാരം ഒരു ക്യാപിറ്റൽ അസറ്റ് ആയോ ആ ക്യാപിറ്റൽ അസറ്റിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് എന്തിന്റെ ബേസിസിലാണ് പറയുന്നത് പീരീഡ് ഓഫ് ഹോൾഡിംഗിന്റെ ബേസിസിലാണ് okay so 2 subsection 42A പ്രകാരം ജനറലി നമുക്ക് എന്ത് പറയാം if a capital asset period of holding is up to 36 months then it is a short term capital asset so short term capital asset that means if it exceeds that prescribed limit it will be treated as long term capital asset but exceptional case ആണ് so നമ്മൾ in depth പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഒരു 12 months വരെ ഉള്ളത് 24 36 അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കണം so 12 monthsൽ വരുന്ന എന്താണ് listed securities other than units because നമുക്ക് എന്താണ് യൂണിറ്റ്സ് ഓഫ് UTI and units of equity oriented fund zero coupon bond ഇതൊക്കെ എന്താണ് 12 മാസം വരെ period of holding 12 months ആണെങ്കിൽ will be treated as short term if it exceeds 12 months will be treated as long term capital asset so then second category എന്താണ് രണ്ടേ ഐറ്റംസ് ആണ് വരുന്നത് ഇമ്മോൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടും കൂടെ പിന്നെ എന്താണ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി അല്ല അൺലിസ്റ്റഡ് ഷെയർസ് അലോൺ എന്താണ് 12 months വരെ 24 months വരെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് ഇഫ് ഇറ്റ് എക്സീഡ്സ് 24 months then that case നമ്മൾ എന്തായിട്ട് മാറും അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും
long-term capital asset. Clear? Then, ഇതിൽ രണ്ടിലും വരാത്തത് debt oriented funds, unlisted securities other than shares. Then other ബാക്കി എല്ലാ അതായത് 2 subsection 14 capital asset definition വരുന്ന എല്ലാം തന്നെ. So jewelry ഈ രണ്ട് കാറ്റഗറിയിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ jewelry? ഇല്ല. So jewelry ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? 36 months, because other capital asset 2 subsection 14 വരുന്ന ബാക്കിയുള്ള എല്ലാ capital assetഉം ഉണ്ടോ ഈ ഒരു വേർഡോട് കൂടി എന്തിനകത്ത് വരും? If period of holding is up to 36 months, it will be treated as a short term capital asset. If it exceeds 36 months, then it will be treated as long term capital asset. Clear? Okay. Next. So ഏതൊക്കെ സെക്ഷൻ കൂടെ പറഞ്ഞു? Section 2 subsection 42A, Section 2 subsection 42B, Section 2 subsection 29A, then Section 2 subsection 29B. എന്തൊക്കെയാണ് ഇത്? 2 subsection 42A എന്തായിരുന്നു? Short-term capital asset. Short-term capital asset. Then either short-term capital gains. Right. So short-term capital asset, that means ഈ പറയുന്ന 2 subsection 42A ലെ 3 type of category of asset ന്റെ period of holding വെച്ചിട്ട് short-term capital asset ആണ്. ആ asset ആണ് transfer ചെയ്ത് gain അല്ലെങ്കിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് എന്താ പറയാം? Short-term capital gain. Then 2 subsection 29A യോ short-term capital asset അല്ലാത്ത capital asset എല്ലാം എന്തായിരിക്കും? long-term capital asset ആയിരിക്കും. By so 2 subsection 14 പ്രകാരം ഓൾറെഡി അതെന്തായി? capital asset ആയി. ഹോൾഡിംഗ് പീരീഡ് നമ്മൾ ഈ പറഞ്ഞതിലും കൂടുതലാണെങ്കിൽ അതെന്തെല്ലാം ഉണ്ടാവും? short-term capital asset എല്ലാം ഉണ്ടാവും. That means obviously അത് എന്തായിട്ട് മാറും? short-term capital asset അല്ലാത്ത capital assets എല്ലാം തന്നെ എന്താണ്? long-term capital asset. Then അത് ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ഇൻകം അല്ലെങ്കിൽ ഗെയിൻ നമുക്ക് എന്താ പറയാം? long-term capital gain. Clear? Yes, sir. Then, next one. Section 48. Section 48. Computation of capital gain. Computation of capital gains. So first, computation of short-term capital gains. Computation of short-term capital gains. Articulates amount. So നമുക്ക് എപ്പോഴും ഒരു ഗെയിൻ എങ്ങനെയാണ് നോർമലി നമ്മൾ ഗെയിൻ കണ്ടുപിടിക്കുന്നത്? സെയിൽ കൺസിഡറേഷൻ. സോ നമുക്ക് ആ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന കൺസിഡറേഷൻ. സോ നമ്മൾ ഇതിനകത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാറുണ്ട്. സോ നമ്മളത് പിന്നീട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. കൺസിഡറേഷൻ നോർമൽ നമുക്ക് എന്താ പറയാം? സെയിൽ പ്രൈസ്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ദെൻ അതിൽ നിന്ന് ലെസ് expenses incurred in connection with the transfer. Expenses incurred in connect with transfer. So that means example at brokerage or example brokerage in connection with. So ഞാനൊരു ഇത് വിറ്റു. സോ ബ്രോക്കർ ത്രൂ ആണ് ഞാൻ വിറ്റത്. എൻ്റെ ഒരു ക്യാപിറ്റൽ അസറ്റ് ബ്രോക്കർക്ക് എന്തെങ്കിലും എമൗണ്ട് ബ്രോക്കറേജ് ആയിട്ട് കൊടുത്താൽ സോ അത് എനിക്ക് കുറയ്ക്കാം. സോ ദാറ്റ് മീൻസ് ആ എക്സ്പെൻഡിച്ചർ എന്തുമായിട്ട് വന്നാണ്? ഫുള്ളി ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസ്ഫർ. സോ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. നെറ്റ് സെയിൽ കൺസിഡറേഷൻ.
നെറ്റ് സെയിൽ കൺസിഡറേഷൻ. സോ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ലെസ്. സോ നമ്മൾ ഒരു അല്ലെ, സോ ഞാൻ 5 രൂപയ്ക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ് മേടിച്ച് 10 രൂപയ്ക്ക് വിറ്റാൽ എന്റെ പ്രോഫിറ്റ് എത്രയാണ്? അല്ലെ. സോ എങ്ങനെയാണ് കിട്ടിയത്? സെയിൽ കൺസിഡറേഷൻ എന്ത് ചെയ്തു? ഞാൻ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറച്ചു. സോ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മൾ അത് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. കോസ്റ്റ് ഓഫ് അക്വസിഷൻ, കോസ്റ്റ് ഓഫ് അക്വസിഷൻ, cost of acquisition, cost of acquisition. So short term capital gain മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. cost of acquisition less cost of acquisition, then less എന്തെങ്കിലും അഡീഷൻസ് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കാം. cost of improvements. സോ നമുക്കൊരു ലാൻഡ് ആണെങ്കിൽ അവിടെ മണ്ണിട്ടു, അല്ലെങ്കിൽ അവിടെ ഒരു ഭിത്തി കെട്ടി, അങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് കുറയ്ക്കാം. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബ്രാക്കറ്റിൽ കൊടുക്കാം ബിഫോർ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. Okay, so നമ്മൾ in-depth ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. Okay. Less exemption under section 54B, 54D, 54G and 54GA. So ഇത്രയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സംഷൻ. ഓക്കെ, സോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും എന്താണ് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. സോ അത് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ആക്ച്വൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ അല്ലേ? സെയിൽ കൺസിഡറേഷൻ നിന്ന് അതോട്ട് ഡയറക്റ്റ് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, ബ്രോക്കറേജ് കുറച്ചുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ, ദെൻ ഞാൻ വാങ്ങിച്ച പൈസ കുറയ്ക്കാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം എന്ന് പറയുന്ന പോയിന്റ് ദെൻ കിട്ടും. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? 54 എക്സംഷൻ ക്ലെയിം ചെയ്തതിന് മുമ്പുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതിൽ നിന്ന് 54 എക്സംഷൻ എപ്പോഴും ഉണ്ടാകണം എന്നില്ല. അത് ഉണ്ടെങ്കിൽ 54 ബിയിലോ ഡിയിലോ ജിയിലോ GAയിലോ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കിട്ടുന്നതാണ് എന്ത്? ആക്ച്വൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആസ് പെർ സെക്ഷൻ 48. ഓക്കെ അല്ലേ? Yes, sir. നെക്സ്റ്റ്. സോ ഇതിന് 48 തന്നെ. സോ സെക്ഷൻ 48 പറയുന്ന കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്മൾ ഒരു കുറച്ചുകൂടി ഇൻഡെപ്തിൽ പോവാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നെക്സ്റ്റ് വൺ, computation of long term capital gains. Computation of long term capital gains. Computation of long term capital gains. Particulars, amount in rupees. Sale consideration. Sale consideration. So ഇതിന് എന്ത് കുറയ്ക്കാം? നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ സെയിൽ കൺസിഡറേഷൻ നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയും. അതെന്താന്നുള്ളത് നമ്മൾ പല കേസിലും ഡിഫറെന്റ് ആണ്. സോ എന്താന്നുള്ള പിന്നീട് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഓരോ സെക്ഷനിലെ സംടൈംസ് എന്താണ് ഫുൾ വാല്യൂ, നോർമലി എന്താണ് സെയിൽ കൺസിഡറേഷൻ ആണ്. ലെറ്റ് എന്ത് കുറയ്ക്കാം? എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ പോലെ ബ്രോക്കറേജ് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസ്ഫർ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കൺസിഡറേഷൻ. നെറ്റ് കൺസിഡറേഷൻ. നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ?
Yes. സോ ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കുക ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് നോർമൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സിനുള്ളതാണ്. സോ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാം. 1990 10,000 രൂപയ്ക്ക് ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 1990 വാങ്ങിച്ചാണ് 10,000 രൂപയ്ക്ക് മേടിച്ച ഒരു അസറ്റ്. നമ്മുടെ പ്രീവിയസ് ഇയർ 22 അസസ്മെന്റ് 22-23 അസസ്മെന്റ് ഇയർ 22-23 ഞാൻ സെയിൽ നടത്താണ്. ഒരു സെന്റിന് 10,000 രൂപയ്ക്ക് മേടിച്ചാണ്. ഒരു സെന്റിന് 3 ലക്ഷം രൂപ വെച്ചാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 2,90,000 വെച്ച് വരുമോ ഒരു സെന്റിന്? വരുമോ? വരുമോ? സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഉള്ള ഒരു additional benefit ആണ് indexation benefit. Okay, so less indexed cost of acquisition. Indexed cost of acquisition. Less indexed cost of acquisition. Then less indexed cost of improvements. So അതും കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ exemption under section 54. മാർക്കറ്റിൽ നിന്ന് എന്താണ്? ലെസ് exemption under section 54 വരും, 54B വരും, എല്ലാം തന്നെ 54D, 54EC, 54EE. സോ ഇതൊക്കെയാണ് നമ്മൾ 54ൽ ഡിസ്കസ് ചെയ്യുന്ന എക്സംഷൻസ്. ദെൻ 54F വരും, 54G വരും, 54GA വരും, 54GB. സോ ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലെ ഷോർട്ട് ടൈം എന്നുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്താണ്? ഇൻഡെക്സേഷൻ അപ്ലൈ ചെയ്യാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്തില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. Yes, sir. സോ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ട് എഴുതാം. സെക്കൻഡ് പ്രൊവിസോ, ബ്രാക്കറ്റിൽ എക്സെപ്ഷൻ, to section 48. So second provision എന്ന് പറഞ്ഞാൽ ഇൻഡെക്സേഷൻ. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റിനെ കുറിച്ച് പറയുന്നത് സെക്കൻഡ് പ്രൊവിസോയിലെ എക്സെപ്ഷണൽ കേസിലാണ് ഇൻഡെക്സേഷനെ കുറിച്ച് പറയുന്നത്. In case of long-term capital asset, cost of acquisition and cost of improvement should be indexed. So that means ഇവിടെ അതായത് നമുക്ക് എന്തിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല? സോ ഇവിടെ ഷോർട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് എഴുതിയത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിന്റെ കേസിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ സെക്കൻഡ് പ്രൊവിസോ സെക്ഷൻ 14 സെക്ഷൻ 48 സെക്കൻഡ് പ്രൊവിസോ വെച്ച് നമുക്ക് എന്ത് കിട്ടും? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അസറ്റും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും എന്താണ്? ഇൻഡെക്സ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? indexed cost of acquisition, indexed cost of improvements. Clear? Yes, sir.
സോ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ നെക്സ്റ്റ് വീഡിയോ എടുക്കാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് acquisition. Indexed cost of acquisition. So indexed cost of acquisition. Indexed cost of acquisition. Then indexed cost of acquisition is equal to cost of acquisition. So actually നമ്മൾ purchase ചെയ്ത price acquisition cost into cost inflation index. Cost inflation index for the year of transfer. So ഏത് ഇയറിലാണോ ട്രാൻസ്ഫർ നടന്നത് ആ ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് for the cost inflation index for the year in which asset was first held by assessee. Asset was first held by assessee. So very important. ഇതെല്ലാം എന്താ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി. സോ അസസി എന്നാണോ ആദ്യമായിട്ട് ഹെൽഡ് ചെയ്യുന്നത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓർ cost inflation index of previous year 2001 2002 2001-2 cost inflation index whichever is later so that means 2001 മുമ്പാണ് അസറ്റ് ഫസ്റ്റ് ഹെൽഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കുള്ളൂ. അതിനു മുമ്പ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്ക് ഇല്ല. സോ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ 1-2 മുതലാണ് നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. സോ അതിനു മുമ്പാണ് അസറ്റ് ഫസ്റ്റ് ഹെൽഡ് ചെയ്യുന്നെങ്കിൽ ഏതാണോ ലേറ്റർ, ഏതാണോ താമസിച്ചു വരുന്നത്, ദാറ്റ് മീൻസ് എന്ത് വരും? 1-2 കോസ്റ്റ് ഇൻഫ്ലേഷൻ. സോ നമ്മൾ 5-7 ഫസ്റ്റ് ഹെൽഡ് ചെയ്യുന്നെങ്കിൽ എന്തെടുക്കും? 5-7 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കും. ക്ലിയർ ആണ്? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? സോ നേരത്തെ പറഞ്ഞതുപോലെ 10,000 റുപ്പീസിന് 15 വർഷം മുമ്പ് നമ്മൾ വാങ്ങിച്ചത് ഇപ്പോൾ 2 ലക്ഷം വിറ്റാൽ ബാക്കിയുണ്ടോ? നമ്മൾ കോസ്റ്റ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താവും? കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും. സോ ഇൻഡെക്സ് ചെയ്യുമ്പോൾ എന്താണ്? സോ ആ ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് അക്വിസിഷനെക്കാട്ടിലും കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻസ് എന്താണ്? ചെറിയ ഇത്രയും വർഷം വന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ടൈം വാല്യൂ ഓഫ് മണി അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അവർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും കാണാതെ പഠിക്കണ്ട. നമ്മുടെ പ്രീവിയസ് ഇയർ, സോ നമ്മുടെ പ്രീവിയസ് ഇയർ എന്താണ്? 21-22 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് CII എന്ന് പറയുന്നത് 317 ആണ്. ദെൻ 2001-2 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും കൂടെ അറിഞ്ഞിരിക്കണം, അത് 100 ആണ്. ഓക്കെ ഉണ്ടോ? സോ ഞാൻ 5 രൂപയ്ക്ക് മേടിച്ച് 317 ഡിവൈഡ് ബൈ 100 ഉറപ്പായിട്ടും നമുക്ക് എന്താണ്? സോ വാങ്ങിച്ച പ്രൈസ് ഇൻറ്റു 3.17 മൾട്ടിപ്ലൈ ഉറപ്പായിട്ടും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ നിൽക്കും? കൂടുതലായിട്ട് നിൽക്കും. സോ ദാറ്റ് മീൻസ് കുറയ്ക്കാവുന്ന എമൗണ്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അല്ലെങ്കിൽ സോ നമുക്ക് 10,000 രൂപയ്ക്ക് മേടിച്ച അസറ്റ് 15 വർഷം കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നെങ്കിൽ എന്ത് വരും? ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ലെങ്കിൽ 1,90,000 നമുക്ക് എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് വരുമ്പോൾ എന്താണ്? ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ടൈം വെച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ് കൂടെ ആഡ് ചെയ്ത് ആ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കുറയും, നമുക്ക് ടാക്സ് കുറയും. ക്ലിയർ അല്ലേ? ദെൻ ഇനി എന്തുകൂടെ ഉണ്ട്? ഇംപ്രൂവ്മെന്റ്സ് നടത്തിയാൽ. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഏത് ടൈപ്പ് ഓഫ് അസറ്റിന് മാത്രമേ കിട്ടുള്ളൂ? ഷോർട്ട് ടൈമിന് കിട്ടുമോ? ഇല്ല. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സിന് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്തിനും കിട്ടാം? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സിന് അഗെയിൻസ്റ്റും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാം. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ്
improvement. Indexed cost of improvements. Indexed cost of improvements. Indexed cost of improvements. Okay. So, indexed cost of improvement. So, actually, any cost of improvement into multiply in the cost inflation index for the year of transfer divided by ഏത് വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? cost inflation index for the year in which improvement took place. So improvement ഏത് previous year ലാണോ നടന്നത് ആ previous yearലെ cost inflation index വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? start improvements done before 1/4/2001. Improvements before 1/4/2001. So 1/4/2021 മുമ്പുള്ള ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? should be ignored. So അതിന് എന്ത് കിട്ടില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഒരു പോയിന്റ് എഴുതാം. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് is not available in respect of long-term capital gains from transfer of bonds or debentures other than capital indexed bond. So അതിനൊഴിച്ച് ബാക്കിയുള്ള ലോങ് ടൈം എല്ലാ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സിനും കിട്ടില്ല, ഈ പറയുന്ന ബോൺസിനും ഡിബഞ്ചേഴ്സിനും കിട്ടില്ല. അതർ ദാൻ capital indexed bonds issued by government and sovereign gold bond issued by RBI and in respect of capital gains chargeable under section 112 capital A. So നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ആണ്, അവിടെയും നമ്മൾ പറയും. ബട്ട് ഇപ്പോൾ ഇൻഡെക്സേഷനെ കുറിച്ച് എടുത്തു പറഞ്ഞാണ് ഇംപ്രൂവ്മെന്റ്സ്
2001 ആണെങ്കിൽ നമുക്ക് അത് ഇഗ്നോർ ചെയ്യും. ദെൻ എല്ലാ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിനും നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല ലോങ് ടൈം ക്യാപിറ്റലിസ്റ്റിന്. സോ ബോൺസ് ട്രാൻസ്ഫർ ക്യാപിറ്റൽ അസറ്റ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ബോൺസ് ഡിബഞ്ചേഴ്സ്. സോ അതർ ദാൻ ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ്സ് ആണെങ്കിൽ കിട്ടും. അല്ലാണ്ട് നോർമൽ ബോൺസിനും ഡിബഞ്ചേഴ്സിനും നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ക്ലിയർ? സോ നമ്മുടെ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? പ്രീവിയസ് ഇയർ 21-22 317. സോ ബേസ് ഇയറിലെ അതായത് 2001-2 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 100. സോ ക്ലിയർ അല്ലേ? സോ നമ്മുടെ ഒരു ബേസ് ആണിത്. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 എന്താണ്? Capital asset. 2 subsection 47 transfer. Then 2 subsection 42 capital A Short-term capital asset. short term capital asset. So ഞാൻ ഇത് പറയാം, ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റി 13 മാസം ഹെൽഡ് ചെയ്തു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ? ലോങ് ടേം. ലോങ് ടൈം. സോ 12 മാസം വരെയാണ് എന്താകുന്നത്? ഷോർട്ട് ടൈം. Short-term. Listed securities. Unlisted shares held for 24 months. Short time ആണോ ലോങ് ടൈം? Short-term. ഷോർട്ട് ടേം. Unlisted securities other than shares held for 36 months. Short time ആണോ ലോങ് ടൈം ആണോ? Short-term. ഷോർട്ട് ടേം. സോ ക്ലിയർ ആണോ അല്ലെ? സോ ഉണ്ടോ? അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യന്റെ മുകളിൽ അത് പറഞ്ഞു പോത്തേ ഉള്ളൂ. ഇത്ര മാസമാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയും. അത് വെച്ചിട്ട് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്തു, അത് ആ ഒരു ഇത് കറക്റ്റ് ആണോ എന്ന രീതിയിലായിരിക്കും നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന്. സോ ഇത്രയും ആണെങ്കിൽ up to 12 months പീരീഡ് ഓഫ് ഹോൾഡിംഗ് up to 12 months ഷോർട്ട് ടൈം if it exceeds ലോങ് ടൈം. ഇവിടെ ഈ രണ്ട് കേസിലും എന്താണ്? പീരീഡ് ഓഫ് ഹോൾഡിംഗ് 24 months if it exceeds. സോ ഇത് ജനറൽ കേസ്, ജനറൽ ആയിട്ട് വരുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് എല്ലാം തന്നെ then units of debt oriented fund and unlisted securities other than shares. അതെല്ലാം എന്താണ്? തേർഡ് കാറ്റഗറിയിൽ വരും. സോ ക്ലിയർ അല്ലേ ഇത്രയും? സോ നമുക്ക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.